സത്യത്തില് പുറത്തിറങ്ങിയപ്പോ തന്നെ ഒരു ചൂടടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലൈമറ്റ് കുറച്ച് പ്രശ്നമാണെന്ന് തോന്നുന്നു ഗംസൂല്. After visiting the Canton Tower, come directly to Canton Plaza. Okay, and Canton Tower Plaza, you can see the entire Canton Tower. ഹായ്, അപ്പം വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ട്രാവൽ വിത്ത് മുർഷിദ്. മറ്റൊരു കൺട്രിയിലേക്ക്, നമ്മുടെ 21ാമത്തെ രാജ്യത്തിലേക്ക് ഇൻഷാ അല്ലാഹ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ പോകുന്നത് ചൈനയിലേക്കാണ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്, പോപ്പുലേഷനിലും ലാൻഡിലും അടക്കം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ബഹ്റൈനിലാണ്. എൻ്റെ സ്റ്റോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ് ആണ്, ഗൾഫ് എയർ ആണ് എടുത്തിട്ടുള്ളത്. ദുബായിൽ നിന്ന് നേരെ 1 hour നമ്മൾ ബഹ്റൈനിലെത്തി. ഒരു 10 hour ലേ ഓവർ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി അഖിലിനൊക്കെ മീറ്റ് ചെയ്തു. ജസ്റ്റ് ബഹ്റൈനൊക്കെ ഒന്ന് കറങ്ങി ഫുഡൊക്കെ കഴിച്ചു വന്നു. ഞാൻ ലോഞ്ചിൽ കയറിയതാണ്. ഇത് പേൾ ലോഞ്ചാണ് കേട്ടോ. അടിപൊളി ലോഞ്ചാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ ലോഞ്ചും കാര്യങ്ങളാണ്. എനിക്ക് ചൈനയെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ആവശ്യമില്ല, പക്ഷേ ചൈനയുടെ വിസയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഞാൻ ദുബായിൽ നിന്നാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഈസിയാണ്. അതായത് ചൈനയുടെ നമ്മൾ നേരെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക, വെബ്സൈറ്റിൽ കയറി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ടൂറിസം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ കുറേ ഡീറ്റെയിൽസിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യുക, അങ്ങനെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട നോർമൽ ഡീറ്റെയിൽസ് ആണ്. ഡോക്യുമെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് ഒന്ന്, ഞാൻ ഹോട്ടൽ ബുക്കിംഗ്, ഞാൻ booking.com എടുത്ത ഡമ്മി ആയിരുന്നു. നമുക്ക് ഫ്രീ ക്യാൻസലേഷനിൽ എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ്. അത് നിങ്ങൾക്ക് എമിറേറ്റ്സ് പോലുള്ള ഫ്ലൈറ്റ്സിലൊക്കെ ഫ്ലെക്സി ഓപ്ഷൻസ് വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ട്രാവൽസിന് ചോദിച്ചാൽ അവർ 50 റംസിനൊക്കെ ഡമ്മി ഉണ്ടാക്കി തരും. പിന്നെ വേണ്ടത് കമ്പനിയിൽ നിന്ന് ഒരു NOC വേണം. NOC നിങ്ങൾ കമ്പനിയിൽ സംസാരിച്ചിട്ട് കമ്പനിക്ക് ഒരു ഫോർമാറ്റ്, അത് കമ്പനിക്ക് NOC ഫോർമാറ്റ്സ് ഉണ്ട്, അവർ അതിൽ തരും എത്ര ഡേയ്സിന് നമുക്ക് പോകേണ്ടതെന്നുള്ളത്. അങ്ങനെ ഇതിൽ മെയിനായിട്ട് ടൂറിസം ചൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ബിസിനസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ വേണം. ഞാൻ ഇൻവിറ്റേഷൻ ഒന്നും കൊടുത്തില്ല, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തില്ല, ഒന്നുമില്ല. എൻ്റെ NOC, ഈ കാര്യങ്ങൾ, പിന്നെ എൻ്റെ വിസ ഡീറ്റെയിൽസ്, എമിറേറ്റ്സ് ഐഡിൻ്റെ കോപ്പി, വിസ കോപ്പി, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ 2 ദിവസം കഴിയുമ്പോൾ, 2-3 ദിവസം കൊണ്ട് തന്നെ ഓൺലൈനിൽ നമുക്ക് റിവ്യൂവിൻ്റെ സ്റ്റാറ്റസ്, ഓൺലൈൻ റിവ്യൂ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് മെയിലിലേക്ക് ഇങ്ങനെ ഒരു PDF വരും. അപ്പോൾ നമുക്കിത് പ്രിൻ്റ് എടുക്കാം. അതേപോലെ തന്നെ നമ്മളെ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വ്യൂ കൊടുത്താൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത കംപ്ലീറ്റ് നമ്മുടെ ആ ഫോം നമുക്ക് PDF രൂപത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഫോം എടുക്കാം, പിന്നെ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട്, പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റ്സും എടുത്തിട്ട് നേരെ വാഫി മാളിലാണ് ഇപ്പോൾ ദുബായിക്കാർ ചെയ്യുന്നത്. അബുദാബിക്കാർ എനിക്ക് തോന്നുന്നു അവിടെ VFSൻ്റെ അവിടെ ഉണ്ട് സംഭവം. അപ്പോൾ അവിടെ പോയിട്ട് ഡയറക്റ്റ് ചൈനയുടെ ഒരു കൗണ്ടർ ഉണ്ട്. അവർക്കൊരു ടൈമിംഗ് ഉണ്ട്, 9 to 2:30 ഉള്ളിൽ കൊണ്ട് കൊടുത്താൽ എന്നാണോ നിങ്ങൾ കൊടുക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് 4 ദിവസം, കൃത്യം 4 ദിവസം നിങ്ങളോട് അവർ പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി പറയും. പാസ്സാണെങ്കിൽ അല്ലെങ്കിൽ കിട്ടും. ഒരു 95% നമ്മുടെ ഓൺലൈൻ അപ്രൂവ് ആണെങ്കിൽ, ഓൺലൈൻ റിവ്യൂ അപ്രൂവ് ആണെങ്കിൽ നമുക്ക് വിസ എന്തായാലും കിട്ടും. 312 ദിറംസാണ് ഞാൻ കൊടുത്തത്. ഏജൻസിയൊക്കെ അതിൻ്റെ ഡബിൾ ചാർജ് ഒക്കെ ചെയ്യുന്നുണ്ട്. റിസ്ക് എടുക്കാൻ വയ്യാത്തവരെ മാത്രം ഏജൻസിക്ക് കൊടുക്കുക. ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഈസി പ്രോസസ്സാണ്. അങ്ങനെ 2 ദിവസം ഓൺലൈൻ റിവ്യൂ, 4 ദിവസം പാസ്പോർട്ട് എടുക്കാൻ വരും. 6 ദിവസം കൊണ്ടാണ് കേട്ടോ എനിക്ക് ചൈന വിസ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ചൈന സ്റ്റാമ്പ് സ്റ്റിക്കർ വിസ ആണ് കിട്ടിയത്. 3 month വാലിഡിറ്റി ഉണ്ട്. അതിനെനിക്ക് 14 days ആണ് സ്റ്റേ വരുന്നുള്ളത്. 3 monthനുള്ളിൽ ഞാൻ അവിടെ എപ്പോൾ ലാൻഡ് ചെയ്താലും എനിക്ക് 14 days അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും, സിംഗിൾ എൻട്രി. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷനുള്ളത്. ഇനി ഫ്ലൈറ്റിന് ഗൾഫ് എയറിന് എനിക്ക് 2180 ദിറംസിൻ്റെ ടിക്കറ്റാണ് എടുത്തത്. Trip.com കൂടെ എടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയാലോ, വാറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഞാനിപ്പോൾ May 27th വലിയ പെരുന്നാൾ എന്നാണ് കേട്ടോ പോകുന്നത്. ഫ്ലൈറ്റ്സ് കുറച്ച് കൂടുതലായിരിക്കും, ചൈനീസ് എയർലൈൻസ് കുറച്ചുകൂടി കുറവായിരിക്കും. അങ്ങനത്തെ ഓപ്ഷൻസ് കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇൻഡിഗോ ഒക്കെ പോയി ഡൽഹിയിൽ നിന്ന് ഒരു 5-6 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ്സ് ഉണ്ടാവുള്ളൂ. ഇത് ലോങ് ഫ്ലൈറ്റ് ആണ്. ഇവിടെ നിന്ന് എനിക്ക് ഏകദേശം 9 മണിക്കൂറുണ്ട്. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. വിസയെക്കുറിച്ച് പറഞ്ഞു, ഫ്ലൈറ്റിന് എക്സ്പെൻസ് പറഞ്ഞു. ഇനി ഞാൻ അവിടെ ചെന്നിട്ട് ഏതൊക്കെ കൺട്രീസ് പോകും, ഏതൊക്കെ സിറ്റീസിലാണ് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് ബുക്ക് ചെയ്യുന്നത്, ചൈനയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ള മൊത്തം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ചൈനീസ് വ്ലോഗിലേക്ക് കിടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ നമ്മൾ ഗൾഫുകാരുടെ ഫ്ലൈറ്റിൽ കയറി 8:45-9 മണിക്കൂറായതുണ്ട് യാത്ര. 122 എന്ന് പറഞ്ഞ ഫ്ലൈറ്റാണ്, ബോയിങ് ഫ്ലൈറ്റിൻ്റെതാ. മൊത്തം വലിയ 3 സീറ്റ് കയറുന്നത്, 1, 2, 3 കയറുന്ന 9 സീറ്റുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം. നമുക്ക് പുറത്ത് വന്നിട്ടുണ്ട്, അതേപോലെ ഹെഡ്സെറ്റ് തന്നിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് കയറുന്ന ഫ്ലൈറ്റിലാവുന്ന ഉണ്ടായില്ല, ചെറിയ ഫ്ലൈറ്റ് ആയിരുന്നു. ഇത് വലിയ ഫ്ലൈറ്റ് ആണോ, എല്ലാവരും ഉറപ്പുള്ള കേട്ടോ. ലോങ് ജേണി.
ചൈന ലോകത്തിലെ വൺ ഓഫ് ദ പവർഫുൾ രാജ്യങ്ങളിലൊന്ന്. 140 കോടിയിലധികം ജനങ്ങൾ വരുന്ന വലിയ സാമ്പത്തിക ശക്തിയുള്ള വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളിലൊന്ന്. ഇന്ന് നമ്മൾ അറിയപ്പെടുന്നത് ചൈനയെ വെറും ഒരു സാമ്പത്തിക ശക്തിയായി മാത്രമല്ല, ലോകത്തിൻ്റെ ഫ്യൂച്ചർ എന്നറിയാം. അങ്ങനെ മാഷാ അല്ലാഹ് നമ്മളെ 21ാമത്തെ രാജ്യമായ ചൈന ലാൻഡിന് പുറക്കച്ചടവുണ്ടാവും. നേരെ എയർപോർട്ടിൽ നിൽക്കുന്ന വീഡിയോ ആണ്. 1-2 മലയാളീസിനെ കൊണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് മലയാളീസിനെ കാണാനുള്ള ഫ്ലൈറ്റിലൊക്കെ. പിന്നെ ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിരുന്നു. ഇവിടെ വന്നിറങ്ങുമ്പോൾ ഞാൻ വിസയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ വിസൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു അറൈവൽ കാർഡ് ഉണ്ട്. അറൈവലോട് എത്തിരി ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അവിടെ കാണിക്കുന്ന ലിങ്ക് കയറി ജസ്റ്റ് ഒരു 5 മിനിറ്റ് കാര്യമുള്ള ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ എയർപോർട്ടിലെ ഇമിഗ്രേഷന് ചോദിക്കും. അപ്പോൾ ഇത് ഞാൻ സിം കാർഡിനെ കുറിച്ച് പറയാം. സിം കാർഡ് ഇതാ ഈ കാണുന്ന കൗണ്ടർ വില ഉള്ളത് വാങ്ങാൻ പറ്റും. 180 യുവാൻ ആണ് ഇതിന് വരുന്നത്. 180 യുവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം ഒരു 95 ദിറംസ് ആ റേഞ്ചിലുണ്ട്. അതിൽ 200 GB ഉണ്ടാവും. ഓക്കെ, ഞാൻ 2 ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ trip.com 40 ദിറംസ് ഉള്ളൂ. വേറെ 40 ദിറംസിന് പെർ ഡേ 2 GB വെച്ച് 10 ദിവസത്തേക്ക് ഞാനൊരു പ്ലാൻ എടുത്തിട്ടുണ്ട് 20 GB. അതിനാകെ എനിക്ക് 40 ദിറംസ് ആയിട്ടുള്ളൂ. അത് ഇന്റേണലി VPN കണക്റ്റഡ് ആയ സാധനമാണ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം എന്തായാലും വർക്കാവും. പക്ഷേ ചൈന പോലത്തെ കൺട്രിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ VPN റെസ്ട്രിക്റ്റഡ് ആണ്, നമുക്ക് എപ്പോഴും ഒന്നും കിട്ടില്ല. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, പിന്നെ ഇവിടെ ഫുഡ് ഡെലിവറി, ചില ടാക്സി ആപ്ലിക്കേഷൻ, ചില സംഭവങ്ങൾക്ക് ഇവിടുത്തെ സിം കാർഡിലാണ് OTP വരിക. അപ്പോൾ സിം കാർഡ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോൾ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ഒരു സിം കാർഡും കൂടി എടുത്തു. കാരണം നമ്മൾ കുറേ ഡിസ്റ്റൻസിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എല്ലാ സ്ഥലത്തും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 180 യുവാൻ കൊടുത്തിട്ട് ഇവിടുന്ന് ഒരു സിം കാർഡും എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് നോർമൽ VPN ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ കുറേ സംഭവങ്ങൾ, മാപ്പ്, അതുപോലെ സോഷ്യൽ മീഡിയ ആപ്സ് ഒന്നും അവിടെ വർക്കാവില്ല. അതിന് VPN വേണം. അപ്പോൾ ഞാനൊരു CAT VPN കാണിച്ചു തരാം. CAT VPNൽ നിങ്ങൾക്ക് CAT VPN കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ VPN ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം, നമ്മളെ ഡാറ്റ ഉപയോഗിക്കുകയും ചെയ്യാം. കറൻസി എക്സ്ചേഞ്ച് അത്ര പ്രോഫിറ്റബിൾ അല്ല കേട്ടോ. കറൻസി എക്സ്ചേഞ്ച് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.85 ഗൂഗിൾ ഉണ്ടെങ്കിൽ നമുക്ക് ആകെ കിട്ടുന്നത് 1.74 ആണ് മാക്സിമം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 100 മാറ്റുന്ന നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ 14.21 രൂപ കൊടുത്താലാണ് ഒരു ഈ ചൈനീസ് യുവാൻ കിട്ടുക. നമ്മൾ UAE ആണെങ്കിൽ ഓൾമോസ്റ്റ് ഹാഫ് ആണ്. 1.85 ചൈനീസ് യുവാൻ ആണ് നമുക്ക് ഒരു ദിറംസിൽ കിട്ടുന്നത്. അപ്പം അതിന്റെ പകുതി വരും. പിന്നെ ഡോളർ ആണെങ്കിൽ 6.78 ഇങ്ങനെയാണ്. ഞാൻ കറൻസി ഡോളറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഫുള്ള് പേയ്മെന്റും കാര്യങ്ങളും അലിപേ പോലുള്ള സംഭവങ്ങളോടാണ് നടക്കുന്നത്. അപ്പോൾ അലിപേ എന്താണ്, അലിപേയിൽ എങ്ങനെ പേയ്മെന്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറാൻ പോട്ടോ. എല്ലായിടത്തും സെക്യൂരിറ്റി ചെക്കിനുണ്ട്. അലിപേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഗൂഗിൾ പേ പോലാണ്. അപ്പോൾ അതിലെങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് അലിപേയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം, പാൻ കാർഡ് ആഡ് ചെയ്യണം. അതിൽ ട്രാൻസ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു QR കോഡ് വരും. ഈ QR കോഡ് ടാപ്പ് ചെയ്താൽ മതി. ശരിക്കും ഇവിടെ ടിക്കറ്റ് എടുക്കണമെന്നില്ല. നമ്മൾ ഡയറക്റ്റ് അവിടെ പോയി അവിടെ QR ടാപ്പ് ചെയ്തിട്ട് അടുത്ത എക്സിറ്റ് ആവുന്ന സ്ഥലത്ത് ടാപ്പ് ചെയ്താൽ ഡിസ്റ്റൻസിനനുസരിച്ച് നമ്മളതിൽ പൈസ കട്ടാവും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ട്രാൻസ്പോർട്ടിന് ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിപേ ആണ്. അപ്പോൾ ഞാൻ പോകെ കൂടുതൽ കാണിച്ചാൽ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാവും. ബ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ. നമ്മൾ മെട്രോയിൽ കയറിയിട്ട് പോകട്ടോ. ഇംഗ്ലീഷ് എഴുതിയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ ഓരോട് കറക്റ്റ് ലൊക്കേഷൻ അയച്ചു തരും ഒരു ബുക്കിംഗ്.com. അപ്പോൾ ആ ഡയറക്ഷൻ നോക്കിയിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി കേട്ടോ. സംഭവം ഈസിയാണ്. എൻ്റെ റൂമിന് ഓൾറെഡി അവർ അയച്ചു തന്നിരുന്നു ഏത് മെട്രോ കയറി ഏത് സ്റ്റേഷനിലേക്ക് പോകണം. അപ്പം എനിക്ക് പോകേണ്ടത് വാൻഷെങ്കോയാണ്. അപ്പം എനിക്ക് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് അറിയാനും പറ്റും എത്ര സ്റ്റേഷൻ ഉണ്ട്, എവിടുന്ന് അങ്ങോട്ട് കയറാനാണ് എവിടെ എത്താന്നുള്ളത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈസിയാണ് കേട്ടോ. ഇതിൻ്റെ പേയ്മെന്റ് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായില്ല എത്ര സ്റ്റേഷൻ വരെ എത്ര പൈസ എന്നുള്ളത്. നമ്മളിങ്ങനെ വെച്ചിട്ട് പോവാണ്. ടാപ്പ് ചെയ്യുന്നു, ടാപ്പ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ക്യാഷ് കട്ടാവും. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. ബിൽഡിങ്ങിലേക്ക് വന്ന വഴികളൊക്കെ ഇവർ അയച്ചു തന്നുകൊണ്ട് എളുപ്പമായി. കുറച്ചുള്ളിലാണ്. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ യോയോ യൂത്ത് അപ്പാർട്ട്മെന്റ്സിലാണ് ഉള്ളത്. ജസ്റ്റ് വാഷ്റൂം ഉണ്ട്, പിന്നെ കുറേ റൂംസ്. എനിക്ക് തോന്നുന്നു പൊതുവെ ആരും ഇല്ലാന്ന് തോന്നുന്നു, ഓഫ് സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മളെ ഹാള്. ഇവിടെ നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ പിന്നെ ഇങ്ങനത്തെ ബെഡ്സ് ആണുള്ളത്. താഴെ കിടക്കുന്നതിന് പ്രശ്നമില്ല, കവറിങ് ഉണ്ട്. മേലൊക്കെ ഓപ്പൺ ആണ്. പിന്നെ നല്ല വൃത്തിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ഹോസ്റ്റും കൂടി ആയതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അവർ ഹെൽപ്പ് ചെയ്ത് തന്നു. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയതാട്ടോ. നല്ല ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലേറ്റായി. 3:30 ഞാൻ റൂമിലെത്തുമ്പോൾ ഇപ്പം 5 മണിയായി. ഒന്ന് ചെക്കിനൊക്കെ ചെയ്ത് ഫ്രഷപ്പായി ഇറങ്ങിയതാണ്. ഇപ്പതാ ഞാൻ നിൽക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അത് നേരത്തെ മേലെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, മാളും കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ എൻ്റെ റൂമിൻ്റെതായ ഫുള്ള് ഫുഡ് കോർട്ടാണ് കേട്ടോ. ഞാനിപ്പോഴാണ് നോക്കുന്നത്, മൊത്തം ഫുഡ് കോർട്ടുകളാണ്. അതായത് എല്ലാം ഓരോ ടൈപ്പ് ഷോപ്പുകളുണ്ട് അവിടെ. പക്ഷേ എന്ത് ഷോപ്പ് എന്തിനാണ്, എങ്ങനത്തെ ഫുഡാണ്, എന്താ റേറ്റ് ഒന്നും അറിയില്ല. വലിയ റേറ്റ്സ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. 13 യുവാനൊക്കെ മുതൽ സാധനങ്ങൾ കാണുന്നുണ്ട്. ഹായ്, വെൽക്കം ടു ഗാങ്സോ പറയാനായിട്ട് ആളുണ്ട്. അത് എല്ലാ സ്ഥലത്തും ചെക്കിനുണ്ട് കേട്ടോ. നമുക്ക് എല്ലാ മെട്രോയിൽ കയറുമ്പോഴും
ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ചെക്ക് ഇൻ ചെയ്ത് ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ നേരെ പോയിട്ട് നമ്മുടെ കവർ എടുക്കണം. ഇനി ഞാൻ നേരെ ഇവിടുന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ അലിപേ വെച്ച് പേ ചെയ്യുന്നതെന്നുള്ളത്. ഇതിൽ ട്രാൻസ്പോർട്ട് പോയിട്ടാണ് എടുക്കേണ്ടത്. ട്രാൻസ്പോർട്ട് പോയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും. ഇത് വെച്ച് കയറാം. ഇനി ഞാൻ എക്സിറ്റിൽ ഈ സാധനം കാണിച്ചു കൊടുത്താൽ മതി. മെട്രോ ഇറങ്ങി വരുമ്പം അതേപോലെ തന്നെ അവിടെ പോയിട്ട് നമ്മൾ ഈ സ്കാൻ ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഉള്ളിൽ നിന്ന് സ്കാൻ ചെയ്യണം കേട്ടോ. എക്സിറ്റ് നമ്മൾ അതേ സെയിം QR കോഡ് ഇവിടെ തന്നെ ഉണ്ടാവും. അതായത് നമ്മുടെ ഈ അരിപ്പേന്റെ സ്റ്റേജിന്റെ ഇവിടെ ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ, ട്രാൻസ്പോർട്ട് പോയിട്ട് മെട്രോ കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇതിങ്ങനെ ഓരോ സ്ഥലത്തും സ്കാൻ ചെയ്ത് തിരിച്ചിറങ്ങുമ്പോൾ എക്സിറ്റ് ചെയ്യണം. എനിക്ക് ആകെ ഇപ്പോൾ 1 ദിറംസോ 2 ദിറംസിന്റെ അടുത്ത് അങ്ങനെ ആയുള്ളൂ, 4-5 ഇതായിട്ടുള്ളൂ കേട്ടോ. കുറഞ്ഞ സ്റ്റേഷൻ ട്രാവൽ ചെയ്തുകൊണ്ടായിരിക്കാം. പക്ഷെ ഇത് ബെസ്റ്റ് ഓപ്ഷൻ. കോയിൻ എടുക്കണ്ട, ടിക്കറ്റ് എടുക്കണ്ട, ഒന്നും എടുക്കണ്ട. ജസ്റ്റ് ഇത് സ്കാൻ ചെയ്യാൻ പോവാ. ഇത് റീച്ച് ആയിട്ടും ഈ ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പോകുന്നത് ഇവിടുത്തെ മെയിൻ ഐറ്റമായ കാന്റോൺ ടവറിലേക്കാണ്. നല്ല ഗോൾഡൻ ഹവറിന്റെ ടൈമായി. ടിക്കറ്റ് ഭയങ്കര റിസ്ക് ആണെന്ന് പറഞ്ഞത്. ഇവിടെ പോയി നോക്കട്ടെ കയറാൻ പറ്റുമെന്നുള്ളത്. പിന്നെ ഇതിന് ചുറ്റുമായിട്ട് ഇവരൊരു ബോട്ട് റൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, പേൾ റിവർ ടൂറിസ്റ്റ് സെന്റർ എന്ന് പറയുന്നതല്ല. അപ്പൊ ഇതിലാണ് നമുക്ക് ബോട്ടിങ്ങും എടുക്കാൻ പറ്റും. അതിന്റെ പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പോയിട്ട് കാണിച്ചാൽ. ഇതാണ് ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത്. ആലോചിച്ച് നൈറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര രസമായി കിട്ടും, മൊത്തം ലൈറ്റ് ഇട്ടിട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ പോണത്. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 150 തൊട്ട് തുടങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഓൾമോസ്റ്റ് 398 വരെ ടിക്കറ്റ് ഉണ്ട്. അവർ നമ്മൾ 298 എടുക്കാനാണ് പറയുന്നത്. ചുരുങ്ങിയത് വേണമെങ്കിൽ 150 ഉള്ളൂ. 150 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻഡോർന്ന് കാണാൻ പറ്റും. അതായത് ഉള്ളിൽ കയറി വന്നിട്ടുള്ള ഇങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും. ഇതിൽ കയറണമെങ്കിലാണ് 450 കൊടുക്കേണ്ടത്. ഐ തിങ്ക് സോ, യെസ്. എനിക്ക് തോന്നുന്നു ലുക്കൗട്ട് ഇതാണ് ബബിൾ ട്രാം പറയുന്നത്. ലുക്കൗട്ട് ഇവിടെ കയറാനുള്ളത്. മറ്റേത് ഇൻഡോർ ലുക്കൗട്ട് ബബിൾ ട്രാം ആണ് ഇവിടെ കയറും. പിന്നെ സ്കൈ ഡ്രോപ്പ് ആണെങ്കിൽ ഈ സാധനം ഇങ്ങനെ മേലെ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സംഭവമുണ്ട്. പിന്നെ ലുക്കൗട്ട് ടിക്കറ്റ് ഇതുണ്ട്. ഐ തിങ്ക് ഇതാണ് കുറച്ചും കൂടി ബെറ്റർ അല്ല. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റും, നല്ല വ്യൂ കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. 160 ദിറംസ്. ഇത് പറയുകയാണെങ്കിൽ ഇതാണ് സാധനം. ഇതിന്റെ ഈ ബബിളിലാണ് ശരി, മേലോട്ടൊന്നും പോകണില്ലല്ലേ. ഇതാണ് ബബിൾട്ടാ. ഇവിടെ കയറാനാണ് നമ്മളിപ്പോൾ പൈസ കൊടുത്തിട്ടുള്ളത്. ലച്ചി എത്രത്തോളം അടിപൊളിയാവുമെന്ന് അറിയില്ല. 160 കൊടുക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു. പിന്നെ ഏതായാലും ഇവിടെ വരെ വന്നതല്ല, ഗംസിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യണില്ല. പക്ഷെ അതുകൊണ്ട് അവരുടെ കിടന്നോട്ടെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പാസ്പോർട്ട് കയ്യിലുണ്ടായിരിക്കണം കേട്ടോ. ഇവിടെ എല്ലാ സ്ഥലത്തും, കാരണം അധിക സ്ഥലത്ത് വരെ നമ്മള് ടൂറിസ്റ്റുകളെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്, നമ്മുടെ പാസ്പോർട്ട് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു സൂപ്പർ ഫാസ്റ്റ് ലിഫ്റ്റ് കയറി. ഒരുപാട് ആളുകളുണ്ട്, അതിന്റെ വീഡിയോസും കാര്യങ്ങളും എടുത്തില്ല. ഇതാണ് കാന്റോൺ ടവർ എന്ന് പറയുന്നത്. 600 മീറ്റർ നീളമുള്ള ഈ ടവർ ലോകത്തിലെ 2ാമത്തെ ടോളസ്റ്റ് ഇതായിട്ടാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇത് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അതിന്റെ 103ാമത്തെ നിലയിലാണ്. ഇത് 2010 ഓപ്പൺ ആക്കിയിട്ടുള്ളത്. 2004 ഇവരോട് കണ്ടസ്റ്റ് വെച്ചു. സിറ്റിയുടെ ഒരു ഐക്കണിക് ഇതായിട്ട് വേണ്ട ഒരു ടവറിന്റെ ഡിസൈൻ. അങ്ങനെ ഒരു ഡച്ച് കപ്പിൾസ് ഉണ്ടാക്കിയ ഒരു ഡിസൈനാണ് ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ഇവർ 2010 കോമൺവെൽത്ത് ഗെയിംസിന്റെ സമയത്താണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ 6 വർഷം കൊണ്ട് അവർ ഉണ്ടാക്കി തീർത്തു എന്നുള്ളതാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ളത്. ഇതിനത് ഒരു സ്കൈ സ്ക്രാപ്പർ അറിയാലോ, നമുക്ക് ടവറുകൾ സംഭവങ്ങൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, അങ്ങനെ മൾട്ടിപർപ്പസ് യൂസും ഉണ്ട്. അതിന്റെ പുറമെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഗോങ്സു സിറ്റിയുടെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയായിട്ടാണ്. ഈ കനാലിൽ കൂടെ നമുക്ക് ബോട്ടിങ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇൻഡോർ ആണ്. 103ാമത്തെ നിലയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. 103ാമത്തെ നിലയിൽ ഇൻഡോർ ആണ്. ഇനി 5 നില നമ്മളതിനെ കയറി പോകണം. ഓരോ നിലയിൽ നമുക്ക് ഓരോ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇൻഡോറും ഔട്ട്ഡോർ വ്യൂസും, പിന്നെ ലാസ്റ്റ് നമ്മൾ ബബിൾ ട്രാമിലൊക്കെ കയറുന്ന ലാസ്റ്റ് എത്തുമ്പോഴാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ക്രൗഡ് ഉള്ളത് കൊണ്ട് തന്നെ ബബിൾ ട്രാമിൽ കയറാൻ നല്ല ക്യൂ ഉണ്ടാവും. ഞാൻ ആക്ച്വലി കുറച്ചും കൂടി ഒന്ന് ഇതായിട്ട് എന്താ പറയാ, ഒരു സൺസെറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് കയറാമെന്നാണ് വിചാരിക്കുന്നത്. മുകളിൽ ഒരു ഫ്ലോർ ഉണ്ട്, 104ാമത്തെ ഫ്ലോറിൽ ഒന്നും കൂടി കളർ ചേഞ്ച് ആക്കിയാൽ തോന്നുന്നു. എനിക്കൊന്നും പറഞ്ഞാൽ ബെറ്റർ വ്യൂ കിട്ടും, ഹൈറ്റ് കൂടിയല്ല. അങ്ങനെ ഓരോ ഹൈറ്റിലേക്ക് പോകുന്നതനുസരിച്ച് ഇങ്ങനെ മീറ്റർ കൂടി. ഇപ്പം തന്നെ നമ്മൾ ഏകദേശം 400 സംതിങ് മീറ്റേഴ്സിലാണ് ഉള്ളത്. ഭയങ്കര ക്രൗഡ് ഉണ്ട്. ക്രൗഡ് ഇല്ലാതെ പറ്റില്ല. താഴോട്ടൊക്കെ ഇറങ്ങാൻ ഭയങ്കര വെയിറ്റിങ്ങാണ്. അങ്ങനെ നമ്മൾ കുറേ നേരമായിട്ട് ക്യൂവിൽ നിൽക്കാനുണ്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കയറാനുണ്ട്. സാധനം ഞാൻ കാണിച്ചു തരാം. ഈ ബബിൾ കണ്ടോ, ഈ ബബിളിൽ ഇങ്ങനെ കയറിയിട്ട് ഇതിന്റെ മേലെ കൂടെ അങ്ങനെ പോയി റൗണ്ട് അടിച്ച് വരാ ഈ സാധനം. ഇതിന്റെ വേറെ ടിക്കറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ ആൾക്കാർ ഇരുത്തുന്ന ഇരുത്തിയിട്ട് മേലെ കൊണ്ടുപോയി ഒറ്റയിടലിടും. പക്ഷെ അത് ആകെ ഒരു ഒറ്റ പ്രാവശ്യം പോകുന്നുണ്ടോ, കുറെ റൈഡൊന്നും പോണില്ല. പിന്നെ ഇതാണ് പിന്നെ കാണാൻ രസമുള്ളത്. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മണി കഴിഞ്ഞു, ആ ഗോൾഡൻ ഹവറിന്റെ ടൈം കഴിഞ്ഞു. ഇനി സിറ്റി ലൈറ്റ് ആയി പോയിട്ടുണ്ടാവും. ഒരു 6 മണിക്ക് സമയത്ത് കയറുന്നതന്നെയാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നു. 20 മിനിറ്റ്സ് ഉണ്ടാവും കേട്ടോ. സ്ലോയില് പോകും, കറങ്ങി വരും, വേറെ ഇവിടെ ഇറക്കും. ആ ടൈം കൊണ്ട് മേലെ നിന്ന് ഇങ്ങനെ എത്തും. ഇതാണുള്ളത്.
等于说你24号也是下午去找个美号，给我已经发不了了。苏江不是有课吗？他不接。Oh my god. രാത്രി ആയപ്പോഴേക്ക് മൊത്തം ലൈറ്റപ്പ് ആയിട്ടുണ്ടാവും. ലൈറ്റപ്പ് ആയിട്ട് എന്താ രസം കാണാൻ. അതുപോലെ നോക്കി നമ്മള് നേരെ കുറേ ബബിൾസ് കിട്ടോ. ഇത്രയും ആളിന് ഇവിടെ കയറാണ് ബബിൾസിന്റെ ആളിലൂടെ നമുക്ക് ഏകദേശം സിറ്റിന്റെ മൊത്തം വ്യൂ കിട്ടോ. ടോപ്പ് ഇറങ്ങി അവിടെ എത്തും നമ്മൾ അറിയാൻ മതി. കൗണ്ടറിൽ വേറെ ഷാറ് വരുന്നുണ്ട്. കംഫർട്ടബിൾ ആയിട്ട് 6 പേർക്ക് ഇരിക്കാനും പറ്റുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ താഴെ എത്തിയപ്പോൾ നോക്കി ഇപ്പോഴും ആൾക്കാർ ക്രൗഡ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എടുത്തത് 300-താണ്. ഏറ്റവും ചുരുങ്ങിയ 150-നാണ്. അതൊരു സാധാരണ നമ്മൾ ഫസ്റ്റ് കയറി ലെവൽ വരെ പോകും. 300 എടുക്കുമ്പോഴാണ് നമുക്ക് എന്താ പറയുക ബബിളും കൂടി കയറാൻ പറ്റുന്നുണ്ട്. എൻ്റെ റെക്കമെൻഡേഷൻ വരാണെങ്കിൽ വ്യൂ വൈസ് അടിപൊളിയാണ്, നല്ല രസമുള്ള സ്ഥലമാണ്. 160 ദിറംസ് ആവും. അത് കുറച്ചധികമായിട്ട് തോന്നി. ഡിപ്പെൻസ്. കാരണം അവിടെ ഗംസൂൽ വരുമ്പോൾ മെയിനായിട്ട് ചെയ്യാനുള്ളത് ഈ കാൻഡോൺ ടവർ തന്നെ ഉള്ളൂ. കാൻഡോൺ ടവറിന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ആക്ച്വലി പുറത്തിറങ്ങിയതിൻ്റെ വ്യൂ കാണാൻ തന്നെ അടിപൊളിയാണ്. അപ്പോൾ കയറിയൊരു എക്സ്പീരിയൻസ് അതാണ്. പിന്നെ ഭയങ്കര ക്യൂ ആണ്. പിന്നെ ഒരു 6:30 ആ സമയം കൊണ്ട്, അതായത് ഒരു ഗോൾഡൻ ഹവറിൽ കയറുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ ഇത് കഴിഞ്ഞാൽ അവിടെ മേലെ തന്നെ ഇരുന്നൊരു സിറ്റി മൊത്തം ലൈറ്റപ്പ് ആവുന്ന കൂടി കാണാൻ പറ്റും. ആഫ്റ്റർ വിസിറ്റിംഗ് ദ കാൻഡോൺ ടവർ കം ഡയറക്ട്ലി ടു കാൻഡ പ്ലാസ. Okay, and Canton Tower Plaza, you can see the entire Canton Tower. ഇത് ഭംഗിയാ നോക്കല്ലേ. നമ്മൾ അവിടുന്ന് ഇറങ്ങി 2 മിനിറ്റ് കേട്ടോ. കാൻഡോൺ പ്ലാസ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു മാളാണിത്. ന്യൂ ബാലൻസ്, DJൻ്റെ സ്റ്റോറുണ്ട്, ടെസ്ലയുടെ സ്റ്റോറ്, ഒക്കെ രസമുണ്ട്. അത് നേരെ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നുണ്ട് ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് കാൻഡോൺ ടവർ കേട്ടോ. അപ്പോൾ കാൻഡോൺ ടവറിൻ്റെ വ്യൂ കൊണ്ട് കണ്ടില്ല. നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മേലെ കൂടാണ് ആ ബബിൾ ഇങ്ങനെ തിരിയുന്നതിൽ ഏറ്റവും ടോപ്പ് കൂടെ. നമ്മൾ അഡ്വഞ്ചറിൻ്റെ ഇതാണെന്ന് പറയുന്നത് ഇതാ. ഇപ്പം നല്ലൊരു റെഡ് കളർ ലൈറ്റ് ആയിട്ടോ. അതിൻ്റെ മുകളിൽ ചൈനീസിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇവിടുന്ന് എല്ലാവരും എങ്ങനെയൊക്കെ പരമാവധി അതിനകത്ത് കൊള്ളിക്കാം, വെറൈറ്റി ഷോട്ട് എടുക്കാം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് മക്ഡൊണാൾഡ്സിൻ്റെ അവിടെ കണ്ടു വന്നപ്പോഴാണ് ഇവിടെ ആൾക്കാർ മുട്ട കുത്തിയിരുന്നിട്ടൊക്കെ എടുക്കുക. അപ്പോൾ സംഭവം ഓരോരുത്തർ കയ്യിലൊക്കെ കാൻഡോൺ ടവറിന് പിടിക്കാൻ ശ്രമിക്കുകയാണ്. നല്ല രസമുള്ള വ്യൂ ആയിട്ട്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇറങ്ങിയാൽ നേരെ മക്ഡൊണാൾഡ്സിൻ്റെ ഇതിൻ്റെ താഴെ തന്നെയാണ് മെട്രോ വരുന്നത്. സൂപ്പറാണ് കേട്ടോ ഈ ദീദി എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഈ ദീദിയിൽ ഞാനൊരു ടാക്സി ബുക്ക് ചെയ്തതാണ്. ടാക്സിക്ക് ഭയങ്കര ചീപ്പാണെന്നാണ് പറയല് ദീദി. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. 25 മിനിറ്റ്സ് റൈഡിന് 18 ദിറംസോ അങ്ങനെ എന്തോ വരുന്നുള്ളൂ. ലെറ്റ്സ് സീ. ഭയങ്കര പ്രീമിയം വണ്ടി കാണുമ്പോൾ വന്നത് പ്രൈസ് കൂടുക. ഇത് ഭയങ്കര പ്രീമിയം വണ്ടി ഇപ്പം വന്നത്. ഞാൻ സാധാരണ അത് ബുക്ക് ചെയ്തത് ഉണ്ടാവും 30 ഉറുപ്പ്യോളം വന്നിട്ടുണ്ടാവും. 10 ഇവിടെ കയറുന്നുണ്ടെങ്കിൽ 20 ദിറംസായി 8 കിലോമീറ്ററിന്. നമുക്ക് ഈ റേഞ്ചിലൊന്നും എവിടെയും കിട്ടില്ല, ഈ ഹൈലം തന്നെ കിട്ടില്ലല്ലോ. അപ്പോൾ ഇത് മറ്റേ പൈസ 7 സീറ്റർ വണ്ടിയൊക്കെ വന്നിരിക്കണേ. അങ്ങനെ ചൈനയിലൊരു ഫസ്റ്റ് പർച്ചേസ് തന്നെ കേട്ടോ. ചൈനയിൽ എത്തിയത് ഇത്രയും കാലം ഞാൻ യൂസ് ചെയ്ത നല്ലൊരു പാസ്പോർട്ട് ബാഗ് ആയിരുന്നു. അടിപൊളി സാധനം കേട്ടത്. സംഭവം വെയിറ്റ് കൂടിയിട്ട് എൻ്റെ ഇവിടുന്ന് പൊട്ടിപ്പോയി. അപ്പോൾ നേരെ വന്നപ്പോൾ തന്നെ കറക്റ്റ് ഒരു ബാഗിൻ്റെ ഷോപ്പ് കിട്ടി. 170 പറഞ്ഞു. നമുക്ക് അധികം ബാർഗൈൻ ചെയ്യാൻ പറ്റില്ല. 60 എടുത്തു. 30 ദിറംസ് ഈസ് ഫൈൻ. ഐ തിങ്ക് അതിന് ക്വാളിറ്റി ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഈ റേഞ്ചിലേക്ക് കിട്ടിക്കൊള്ളൊന്നുമില്ല. അപ്പോൾ ഒരു ചെറിയ പർച്ചേസ് ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ പുതിയൊരു ലൊക്കേഷനിലേക്ക് വന്നാണ് ബീജിംഗ് ലൂ എന്ന് പറയുന്നത്. ഇത് ബീജിംഗ് പെഡസ്ട്രിയൻ വാക്കിംഗ് സ്ട്രീറ്റിന് അടിച്ചാൽ നിങ്ങൾക്ക് എക്സാക്ട്ലി കറക്റ്റ് ഈ ലൊക്കേഷനിൽ വന്ന് ഇറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നല്ല വരുന്ന വഴിയൊക്കെ തന്നെ 1-2 നല്ല ഷോപ്പുകൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്ലോസിംഗ് ടൈം ആവാനായിട്ട് 10 മണി ആവുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി വരുന്നപ്പോൾ. ഇതാണ് ബീജിംഗ് ലൂ പെഡസ്ട്രിയൻ സ്ട്രീറ്റ്. ഇതിൻ്റെ ബ്യൂട്ടി നോക്കുക. ഈ ഒരു വർക്ക് ഉണ്ടല്ലോ, അതാണ് ചൈനീസ് ലാംഗ്വേജിൽ എന്താ സംഭവം ചെയ്ത് വെച്ചാണ്. ഇറ്റ്സ് അമേസിങ് അല്ല. ഒരു മെയിൻ ടൗൺ സ്ക്വയർ എന്നാണ് കേട്ടോ അത്.
ഇവിടെ നിങ്ങൾ കുറച്ച് നേരത്തെ എത്താം, ഒരു 2 hours ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാവും. ഇവിടെയൊക്കെ നല്ല കാണുമ്പോൾ നമുക്ക് ഒരുപാട് പർച്ചേസ് ഓപ്ഷൻസും ഫുഡ് ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞാൽ ബീജിംഗ് ടു പെഡസ്ട്രിയൻ സ്ട്രീറ്റ് അടിച്ചാൽ മതി, നിങ്ങൾ ആ സ്ക്വയറിൽ തന്നെ വന്നിറങ്ങും. മെട്രോ ആണെങ്കിലും എ മാപ്പ് യൂസ് ചെയ്താൽ മതി. ഇവിടെ ഗൂഗിൾ മാപ്പ് കാണിക്കും, പക്ഷെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. സോ ഇറ്റ്സ് ബെറ്റർ ഡൗൺലോഡ് എ മാപ്പ്. അപ്പോൾ ആലിപ്പേനെ പറ്റി പറഞ്ഞു, എ മാപ്പിനെ പറ്റി പറഞ്ഞു. വീചാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാട്സപ്പാണ് വീചാറ്റ്. എല്ലാവരും വീചാറ്റിലാണ് സംസാരിക്കുക. നമുക്ക് ഈ വീചാറ്റ് അവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ എനിക്ക് വീചാറ്റ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഒരു QR കോഡ് വരും. വേറൊരു വീചാറ്റിലുള്ള ഒരാൾ നമുക്കത് എന്ത് ചെയ്തെന്നാലാണ് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 1 മാസത്തിലോ 2 മാസത്തിലോ ഒരാൾക്ക് ഒന്നെങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ ഹോസ്റ്റിനും ചെയ്തു തരാൻ പറ്റുന്നില്ല, ആർക്കും ചെയ്തു തരാൻ പറ്റുന്നില്ല. ബട്ട് വീചാറ്റും സെയിം, നിങ്ങൾക്ക് ടാക്സി ബുക്ക് ചെയ്യാം, ഫുഡ് ഓർഡർ ചെയ്യാം, അലിപേ പോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസ് ആണ് വീചാറ്റിലുള്ളത്. പക്ഷേ അലിപേ വർക്കാവുന്നതുകൊണ്ട് നമുക്ക് വീചാറ്റിൻ്റെ ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായില്ല. ഇതുവരെ ഞാൻ കറൻസി പോലും മാറ്റിയിട്ടില്ല. സ്റ്റിൽ ഞാൻ എല്ലാം വീചാറ്റിലാണ്, അലിപേ യൂസ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഈ ചൈനീസിൽ എഴുതിയിരിക്കണേ കാണാൻ തന്നെ നല്ല രസം. ഇവരെ ഫുൾ കളർഫുൾ ആയിരിക്കും ഇവരുടെ പിന്നെ കാര്യങ്ങളൊക്കെ, റെസ്റ്റോറൻറ്റ്സ് ആവട്ടെ എല്ലാം. പിന്നെ അത്യാവശ്യം നല്ല സേഫാണ് കാര്യങ്ങൾ. പിന്നെ ആൾക്കാരൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ആൾക്കാരും കൂടി കേട്ടോ. വേണ്ട ഒരു പാറ്റകളും കൂറകളും ഒന്നും കഴിച്ചില്ല എന്നുള്ളത് വേണ്ട. ഹായ് വാട്ട് ഈസ് ദിസ്? ചിക്കൻ എന്തൊക്കെയോ ഐറ്റംസ് ഇതാ. എന്നെ അവൻ ട്രാൻസ്ലേറ്റർ എടുത്തിട്ട് പറഞ്ഞു തരണം എന്താണെന്നുള്ളത്. 3 ഒക്കെ ഉള്ളു കേട്ടോ, ഭയങ്കര ചീപ്പാണെന്ന് തോന്നുന്നു. എന്താ ഐറ്റം, എന്തോ ഒരു സ്മെല്ലുണ്ടല്ലോ. 用英语说全场7.8折，全部都是然后我又 നേരത്തെ അവൻ കാണിച്ചെന്നത് താറാവ് കേട്ടോ. താറാവും പിന്നെ പോർക്ക് ഐറ്റംസ് ഒക്കെ ഉള്ളത്. നമുക്ക് അവിടുന്ന് അപ്പോൾ അത് കഴിക്കാൻ തോന്നിയില്ല. താറാവ് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടാണ്, കഴിക്കണം എന്നൊക്കെ ഉണ്ട്. നോട്ട് ടുഡേ. ട്രിപ്പ് തീരാണാകുമ്പോൾ കഴിക്കുക. എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ കഴിക്കാൻ വളരെ ശ്രദ്ധിക്കണം. വയറിനൊക്കെ പണിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് മൊത്തത്തിൽ കുളാവും. സോ ട്രൈയിങ് എല്ലാം നമ്മൾ ലാസ്റ്റിലേക്ക് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇവിടെ ഡംപ്ലിങ്സ്, മോമോസിന്റെ ഒക്കെ ഷോപ്പ് കാണുന്നുണ്ട്. കാപ്രിയോ നൂഡിൽസ്, എല്ലാ തരത്തിലും ഒരു ടൂറിസ്റ്റുകളെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു വരയ്ക്കാണെന്ന് തോന്നുന്നു അവരെ. പിന്നെ ഇത് കണ്ടോ, റോബോട്ടിക് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരുന്ന പരിപാടിയുണ്ട്. ഹൗ മച്ച്? ഓൺലി 10 ഉള്ളൂ. ഭയങ്കര ലാഭമാണല്ലോ. പിന്നെ അതുപോലെ ഇതും അവർ ഐസ്ക്രീം ആണെന്ന് തോന്നുന്നു. ഒക്കെ റോബോട്ടിക് ആണ് കേട്ടോ. ഇങ്ങനത്തെ കിയോസ്ക് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും ആവശ്യമില്ല. അപ്പം റോബോട്ട് വന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മൊത്തം. അതിൻ്റെ അകത്തേക്ക് കൂളിങ്ങിനൊക്കെ കൊടുത്ത് സെറ്റപ്പ് ഒക്കെ. ദുബായ് ലോട്ടറി ഒക്കെ എടുത്ത് അടുത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ചൈന വെൽഫെയർ ലോട്ടറി ട്രൈ ചെയ്യാനാണ് കേട്ടോ. ചൈനീസ് ലോട്ടറിക്ക് എത്ര പൈസ നോക്കട്ടെ. ഹായ്, 50 യുവാൻ. ഇതുണ്ടോ, ഇതിപ്പോ തന്നെ സ്പോട്ടിൽ ചുരണ്ടി എടുക്കുന്ന പരിപാടി കേട്ടോ. സ്പോട്ടിൽ തന്നെ അടിച്ചു വെക്കാം. പഴയ ഒരു പരിപാടി ഉണ്ട് അതേപോലെ. സ്പോട്ടില് ചെക്ക് ചെയ്തിട്ട് വേണ്ട, അതിൻ്റെ അകത്ത് ഒന്ന് എടുക്കുന്നു. അതില് ചുരണ്ടി ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കിട്ടും കേട്ടോ. ഫ്രഷ് ജ്യൂസ് എന്ന് പറയാൻ വേണ്ടി ഞാനൊന്ന് നോക്കി. അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആകെ എന്നിട്ട് ഇത് കിട്ടതാണ്, ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പേരക്കുണ്ട്, ഷമാമുണ്ട്, പിന്നെ എന്താണ് അതിന്റെ സാധാ ഫ്രഷ് ജ്യൂസ് തന്നെ ആണെന്ന് തോന്നുന്നത്. 15 യുവാനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് അത് വേറെ കിട്ടും കേട്ടോ. സ്ട്രീറ്റൊക്കെ ഭയങ്കര വൈബ്രന്റ് ആണ്. ഇപ്പം ഫുള്ള് ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. 10 മണിയല്ല വരും, എനിക്ക് തോന്നുന്നു ഒരു 12 മണിയുടെ വൈബാണ്. പക്ഷെ മെയിൻ ഷോപ്പുകളും കാര്യങ്ങളും ക്ലോസ് ചെയ്യും. ഫുഡ് സ്ട്രീറ്റ് മാത്രമാണ് ലൈവിൽ നിൽക്കുന്നുണ്ട്. നമ്മള് അവിടുത്തെ കറക്കം കഴിഞ്ഞ് നേരെ ലൈൻ 6 വന്ന് കയറിയിട്ടുണ്ട്. 6 റൂമിലേക്ക് പോവാണ്. മെട്രോ കുറച്ച് ലോങ് ആണ്. ടാക്സി എടുത്താലും വലിയ ദൂരനഷ്ടമൊന്നുമില്ല, പ്രൈസ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. സോ ഇറ്റ്സ് ബെറ്റർ ടാക്സി എടുത്ത് പോകാന്ന് വിചാരിച്ചു. ഭയങ്കര ടയർഡായി പോയി. ഇങ്ങനെ അഗൈൻ ലാസ്റ്റ് നമ്മള് വൻഷങ്കോയിൽ എത്തിയിട്ടുണ്ട്. വൻഷങ്കോയുടെ അടുത്താണ് എന്റെ റൂമുള്ളത്. ഇവിടെ വരികയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ടിയാനയിൽ നിൽക്കണം. ടിയാന സ്ക്വയറിന്റെ അടുത്തോടെ എടുത്താൽ പാർക്കാണത്. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൻറ്റോൺ ടവറിൽ പോവാ, ഇത് കവർ ചെയ്യുക. പിന്നെ ബീജിംഗിൽ പോവാ. അതുപോലെ ഇവിടെ വേറെയും കുറച്ചൊക്കെ ദിവസങ്ങളുള്ള ആളുകൾക്ക് ഇവിടെ അല്ലാതെയും കുറെ സാധനങ്ങൾ കാണാനുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുക, കുറെ സിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ആവാണ്. രാവിലെ നമ്മൾ ആദ്യം തന്നെ ദുബായിൽ നിന്ന് പുറപ്പെട്ട് ബഹ്റൈനിൽ വന്ന് ബഹ്റൈനിൽ ഒരു ഹാൾട്ട് ചെയ്തു. ഇന്നലെ രാത്രി നമ്മൾ ചൈന ഫ്ലൈറ്റ് കയറി 50 മണിക്കൂർ കണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഓൺ ടൈമിൽ ഇവിടെ വന്ന് ഇറങ്ങി. ഗൾഫ് എയർ ആയിരുന്നു ഫ്ലൈറ്റ്. 2250 കൊടുത്തു. പിന്നെ വിസയുടെ കാര്യങ്ങൾ ഓൾറെഡി തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഈ ടൂറിസ്റ്റ് വിസയും കാര്യങ്ങളൊക്കെ ഓൺ അറൈവൽ കാർഡ് ഫില്ല് ചെയ്യാം.
സിം കാർഡ് ഞാൻ രണ്ടും വെച്ചിട്ടുണ്ട്. ബോത്ത് ആർ വർക്കിംഗ് ഫൈൻ. പക്ഷേ കറൻസി ഞാൻ ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഫുൾ ആലിപ്പ വെച്ചാണ് ചെയ്യുന്നത്. ഡോളേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് കണ്ടില്ല, അതുകൊണ്ട് തന്നെ മാറ്റിയില്ല. പിന്നെ നേരെ റൂമിലെത്തി, റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. റൂം യോയോ യൂത്ത് ഹോസ്റ്റലിനങ്ങ് പറഞ്ഞിട്ടാണ് ഹോസ്റ്റലിൽ. കാൻഡോൺ ടവർ കാണാൻ പോയി. 160 dirhams, അതായത് 300 ഇവിടുത്തെ യാൻ കൊടുത്തിട്ട് മുകളിൽ കയറി, വിച്ച് വാസ് ഗുഡ്. അത് കഴിഞ്ഞ് എൻ്റെ പിന്നെ നമ്മൾ ബീജിംഗിലൂ പോയി. ബീജിംഗിലൂ ഒരു മെയിൻ സ്ട്രീറ്റാണ് ഇവിടുത്തെ, ഒരു പോഷ് എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പിന്നെ ഫുഡിന് പിന്നെ വേറെ അവരുടെ ഫുഡ് എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് നമുക്ക് അവസാന രക്ഷ എന്ന് പറഞ്ഞാൽ അധിക സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അശ്വിന് മക്ഡൊണാൾഡ്സ് കഴിക്കാൻ നല്ലതാണ്. റൂമിൻ്റെ തൊട്ടടുത്തൊരു മക്ഡേ ഉള്ളതുകൊണ്ട് വേഗം കഴിച്ചിട്ട് കിടക്കട്ടെ. നാളെ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് സിറ്റി ആയിട്ടുള്ള ഷെൻസണിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിൻ്റെ ചെറിയൊരു പ്ലാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കാര്യമായിട്ടൊക്കെ വന്ന് 3-4 ദിവസമൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഇവിടെ ഒരു വലിയ ഫർണിച്ചർ മാർക്കറ്റ് ഉണ്ട്. ഇവിടുന്ന് കുറച്ചും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ 1-2 സ്ഥലങ്ങളുണ്ട്. അങ്ങനെയൊക്കെ കവർ ചെയ്യണം താല്പര്യമുള്ളവർക്ക് എടുക്കാം. അതുകൊണ്ട് തന്നെ ഡേ 1 അവസാനിക്കുകയാണ്. വളരെ ടയർഡാണ്. നാളെ മുതൽ നമ്മൾ കുറച്ചൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള നല്ല സാധനങ്ങൾ കൊണ്ടുവരുന്നതാണ് നെക്സ്റ്റ് എപ്പിസോഡിൽ. വേറെ എന്തെങ്കിലും വിസ സംബന്ധിച്ച ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്താൽ മതി. എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞുതരാം. സോ ബൈ ബൈ ഫോർ ഡേ 1.